പണ്ടൊക്കെ കൊള്ളി പറിക്കുന്ന ദിവസങ്ങളിൽ അമ്മ ഒരു ഇടിമുളക് ചമ്മന്തി ഉണ്ടാക്കും. എൻ്റെ പൊന്നി, അതിൻ്റെയൊക്കെ ഒരു സ്വാദുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ചതച്ച മുളക് ഒരു ഡെപ്പലാക്കി വെക്കും. നമ്മൾ ഈ തൃശ്ശൂർക്കാർക്കൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ചതച്ച മുളക് ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ചോന്നുള്ളി വേഗം നന്നാക്കിയെടുത്ത് ഈ ഇടിമുളകും ഈ ചോന്നുള്ളൊക്കെ കൂട്ടിയിട്ട് ഒരു ഇടിമുളക് ചമ്മന്തി അതെങ്ങനെയാണ് നാട്ടിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മധുരക്കിഴങ്ങായിരുന്നു. നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മധുരക്കിഴങ്ങൊന്നല്ല. അതിലേക്ക് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ മൊത്തത്തിൽ കുഞ്ഞുള്ളിനായിട്ട് എടുക്കുക. ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ സവോളയും കൂടി എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-15 എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോളയും അപ്പോൾ പിന്നെ വാളംപുളി, നമ്മളെ കോൽപ്പുളി, പഴംപുളി എന്നൊക്കെ പറയുന്ന സംഭവം, അത് കുരുലാണ്ട് അത് ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക്, ഞാൻ ചതച്ച മുളകല്ല ചേർക്കുന്നത്, മുഴുവനായിട്ടുള്ള വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ അങ്ങനെ ചതച്ച് കൊണ്ടുവരണം. തരി പോലും വെള്ളം ചേർക്കരുതിട്ടാ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിമുളക് ചമ്മന്തി സെറ്റായി. കൊള്ളിക്കിഴങ്ങിൻ്റെ കൂടെയിലും മധുരക്കിഴങ്ങിൻ്റെ കൂടെയിലൊക്കെ അടിപൊളിയായിട്ട് ചമ്മന്തി. നമ്മുടെ കഞ്ഞിയുടെ കൂടെയിലും ചോറിൻ്റെ കൂടെയിലും പൊളി ഐറ്റം തന്നെയാണ്. നിങ്ങൾക്കറിയോ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കുമ്പോഴേ ജസ്റ്റ് വിശപ്പ് തീർക്കാമെന്ന് മാത്രം. പക്ഷെ പണ്ട് അതൊക്കെ ഒന്നല്ല. പണ്ടതൊക്കെ കഴിക്കുമ്പോഴേ ഒരുപാട് പേര് ചുറ്റുണ്ടാവും. ഞങ്ങളുടെ വെപ്പേരോട് ചേർന്നിട്ടുള്ള ചെറിയ അമ്മിക്കല്ല് വെച്ചിട്ട് അമ്മ ഇതൊക്കെ ചതച്ചെടുത്തിട്ട് ചൂട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ചമ്മന്തി സെറ്റാക്കാറ്. ആ വെപ്പേരോട് ഉമ്മർത്തിരുന്നിട്ട് തന്നെ കേട്ടാ ഞങ്ങളത് എല്ലാവരും കൂടി ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് കഴിക്കാറ്. എല്ലാവരും ഉണ്ടാവും, എല്ലാവരുടെ കയ്യിലൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാവും. ഗിരിജേച്ചിയും ലളിതമേമയും അതുപോലെ തന്നെ ചക്കമ്മേച്ചിയും അമ്മായിയും എല്ലാവരും ഉണ്ടാവും കേട്ടാ. അന്നത്തെ സൊറപ്പറച്ചിലൊന്നും എനിക്ക് വലിയ റോളില്ലെങ്കിലും ഇവരൊക്കെ കൂടി കഴിക്കുന്ന ഇടയിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു എന്ന് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. കൊള്ളി പുഴിഞ്ഞാലും കൊള്ളിയും ചാളയും വെച്ചാലും അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വൈകിട്ട് ഉണ്ടാക്കിയാലും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം. ചക്കമ്മേച്ചി ഇന്ന് ഈ ലോകത്തില്ല. എൻ്റെ വീട്ടിൽ അച്ഛനും ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇത്രത്തോളം ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ആ ഒരു നിമിഷങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് വരണ പോലെ തോന്നും. അപ്പോഴേ നമ്മുടെ കൊള്ളിയുടെ മധുരക്കിഴങ്ങിൻ്റെ കൂടെ അല്ല ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിക്കോട്ടാ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിയേ. അടിപൊളി സ്വാദാണ്, എന്തായാലും ഇഷ്ടപ്പെടും.